നമുക്കിന്ന് സ്കിൻ കെയർ റുട്ടീനെ കുറിച്ച് പറയാം. സ്കിൻ കെയർ റുട്ടീനിലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക ഏറ്റവും ആദ്യം. അപ്പോൾ ഒരു 2 ലിറ്ററിലധികം വെള്ളം ഡെയിലി കുടിക്കണം. അപ്പോൾ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. രണ്ടാമത് എക്സ്റ്റേണലി നറിഷ് ചെയ്യണം. എക്സ്റ്റേണലി നമ്മൾ സ്കിന്നിനെ എങ്ങനെയാണ് ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് നോക്കാം. അതിന് സഹായിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 1 തൈര്, 2 ഹണി. ഇവയെല്ലാം നല്ലതായിട്ട് മോയ്സ്ചർ റിട്ടേൺ ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസ് ആണ്. അപ്പോൾ സ്കിന്നിൽ ഇവ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ ദിവസവും അല്ലെങ്കിൽ കൂടെയും നമ്മൾക്ക് സ്കിൻ ഡള്ളാവണമെന്ന് തോന്നുന്ന സമയത്ത് ഈ ഹ്യൂമെക്റ്റൻ്റ് ആയിട്ടുള്ള ഹണി യൂസ് ചെയ്യാം. ഹണി സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്കിന്നിൽ നല്ലൊരു സപ്പിൾ ലുക്ക് കിട്ടും. പിന്നെ സ്കിന്നിൽ ഒരു ഹെൽത്തി ഗ്ലോ തരാനും ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമത് കേർഡ് ആണെങ്കിലും സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അതായത് തൈര് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതിനെ മോയ്സ്ചറൈസ് ചെയ്യാനും സപ്പിൾ ലുക്ക് കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ്. അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുവാനും അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് ആലോവേറ ജെൽ. അപ്പോൾ ആലോവേറ ജെൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതും യൂസ് ചെയ്യാം, മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതും യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ഒരു ബാരിയർ ഉണ്ട്, സ്കിന്നിൽ ലിപ്പിഡ് ബാരിയർ ഉണ്ട്. സ്കിന്നിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സ്കിന്നിൻ്റെ ലുക്കിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്തിനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതിനെ നറിഷ് ചെയ്യുന്ന ഫുഡ് കഴിക്കണം. അതുപോലെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കണം. ഓവറായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നിൽക്കരുത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, ആൻറ്റി ഏജിങ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കാര്യം, നല്ല ഉറക്കം വേണം. പിന്നെ അഞ്ചാമത്തെ കാര്യം, സ്മോക്കിംഗ് അതുപോലെ ആൽക്കഹോൾ തുടങ്ങിയ ബാഡ് ഹാബിറ്റ്സിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. അപ്പോൾ അത് സ്കിൻ ഹെൽത്തിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേഷ്യൽ സ്കിൻ വളരെ സെൻസിറ്റീവാണ്. സ്കിൻ ഡാമേജ് UV റേസ് കൊണ്ട് സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം. നമ്മൾ അത് കൂടാതെ സൺസ്ക്രീനിന് കുറച്ച് നേരത്തേക്ക് മാത്രമേ പ്രൊട്ടക്ഷൻ തരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളത് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളിതിന് എക്സ്ട്രാ സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹാറ്റ് യൂസ് ചെയ്യാം, കുട യൂസ് ചെയ്യാം, അങ്ങനെ കവറിങ് ഷോൾ, ദുപ്പട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കവറിങ് നമ്മളെ സ്കിന്നിന് പുറത്ത് പോകുമ്പോൾ ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺ വരുമ്പം കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഒരു പരിധിയുണ്ട് സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എല്ലാവരുടെ സ്കിന്നിനും അതൊരു സൂട്ടബിൾ ആയിക്കോളണമെന്നില്ല. ചിലർക്ക് സൺസ്ക്രീൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് സൺസ്ക്രീൻ ഇടാൻ പറ്റില്ല. അത് അലർജിക് സ്കിന്നിൽ ചിലർക്ക് അങ്ങനെ പ്രോബ്ലംസ് വരാറുണ്ട്. ഇപ്പോൾ വാച്ചിങ് സാംസൺ വെൽനസ്.